ഞാൻ ഡോക്ടർ ജയരാമൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മളൊരു ഡെങ്കു ഫീവറിൻ്റെയൊക്കെ ഒരു കാലം വരാൻ പോവുകയാണ്. ഈ ഡെങ്കു ഫീവറിൻ്റെ നിർണ്ണയത്തിനായിട്ട് നമ്മൾ കുട്ടികളിലും മറ്റും എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ ഡെങ്കു ഫീവർ തിരിച്ചറിയാനായിട്ട് ആദ്യം നമ്മൾ ഈ പനിയായിട്ട് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊന്നും പ്രത്യേകിച്ച് മറ്റു വൈറൽ ഫീവറിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഡെങ്കു ഫീവർ എന്നെങ്കിൽ അതിലുള്ള ടെസ്റ്റുകൾ എപ്പോഴും ഒരു പനി തുടങ്ങി ഒരു 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ദിവസം കഴിയുമ്പോഴേക്ക് NS1 ആൻറ്റിജൻ എന്ന് പറയുന്ന നമ്മുടെ വൈറൽ ആൻറ്റിജനുള്ള ടെസ്റ്റുകൾ സാധാരണ പോസിറ്റീവായിട്ട് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഡെങ്കു ഫീവറിനായിട്ട് വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന IgM ആൻറ്റിബോഡി, IgG അങ്ങനത്തെ സാധനങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആദ്യത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ഡെങ്കു ഫീവർ അല്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഒരു പനി വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡെങ്കുവിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് വെഗെയിൻ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഡെങ്കു സർഫസ് ആൻറ്റിജൻ NS1 ആൻറ്റിജൻ പലപ്പോഴും നെഗറ്റീവായിട്ട് വരാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വിൻഡോ പീരീഡ് വീണ്ടും ഉണ്ടാവാറുണ്ട്. ഈ ആൻറ്റിബോഡീസൊക്കെ ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷമേ പോസിറ്റീവായിട്ട് വരാറുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരൊറ്റ ടെസ്റ്റിനെ മാത്രം വെച്ചിട്ട് ഡെങ്കു ഫീവർ ഇല്ല എന്ന് തീരുമാനിക്കുന്നത് ഭയങ്കര വിഡ്ഢിത്തമായിരിക്കും. അതേമാതിരി തന്നെ നമ്മളൊരു ഈ പനിയിലെ പ്ലേറ്റ്ലെറ്റ് കുറയൽ, അതേമാതിരി PCV, ഹെമറ്റോക്രിറ്റ് ഇങ്ങനത്തെ ചില സാധനം, ഇതാണ് പിന്നെ നമ്മൾ തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം പനി നീണ്ടു നിൽക്കുന്നതിനെ തുടർന്ന് വരുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ പ്ലേറ്റ്ലെറ്റ് നോർമലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഈ രോഗിയുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് സീരിയലായിട്ട് ഈ ഒരു ഡെങ്കി ഫീവർ സസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ഡെങ്കി ഫീവറുള്ള കുട്ടിയുടെ ടെസ്റ്റുകൾ നമ്മൾ സീരിയലായിട്ട് ചെയ്തു നോക്കിയിട്ട് മുൻപത്തെ റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫലത്തെ നമ്മൾ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആദ്യത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡെങ്കി ഇല്ല എന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കില്ല.